ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് കുട്ടികൾ പരീക്ഷകൾ കാണുമ്പോഴോ പരീക്ഷകളിൽ ആഗ്രഹിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴോ അങ്ങനെ പല സമ്മർദ്ദങ്ങൾക്കും വഴി അവർ ആത്മഹത്യ ചെയ്യുന്നതിനെപ്പറ്റി ഉള്ള കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെയുള്ള രംഗത്ത് മാത്രമല്ല ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്പോർട്സിൻ്റെ രംഗം എടുത്തു നോക്കുക. അവിടെയും ലക്ഷക്കണക്കിന് കുട്ടികൾ വിവിധ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ക്രിക്കറ്റ്. ഇപ്പോൾ ക്രിക്കറ്റിൽ ലക്ഷക്കണക്കിന് കുട്ടികളായിരിക്കും ഓരോ സംസ്ഥാനങ്ങളിലും കളിച്ചു വരിക. പക്ഷേ അതിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടി കളിക്കാനും അതല്ലെങ്കിൽ IPL കളിക്കാനും ഒക്കെ പറ്റുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. എന്തിനേറെ ഒരു ഡിസ്ട്രിക്ട് ടീമിൽ പോലും കളിക്കുന്ന കുട്ടികളെക്കാൾ എത്രയോ അധികം കുട്ടികളുണ്ടാകും ക്രിക്കറ്റ് കളിക്കുന്നവർ തന്നെ. അപ്പോൾ അവരെല്ലാം നിരാശരായി അവരിൽ കുറേ പേർ ആത്മഹത്യക്ക് തുനിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഈ ഫിറ്റസ്റ്റ് ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള ഒരു നിയമം മിക്കവാറും ഉണ്ടാകും. അങ്ങനെ കുറേ പേരെയാണ് അതിൽ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുണ്ട്. ആ വൈഭവ് സൂര്യവംശിയുടെ പോലെ തങ്ങളുടെ കുട്ടികൾ 14ഉം 15ഉം വയസ്സാകുമ്പോൾ ഇന്ത്യൻ ടീമിൽ വരണമെന്ന് ആഗ്രഹിച്ച് മാതാപിതാക്കൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ അത് വളരെ ഭീകരമായി ബാധിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു മേഖല കണ്ടില്ലേ. ഇപ്പോൾ നവനീത് ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തെ പോലെ സുന്ദരമായി പാടാനും പറഞ്ഞു കൊടുക്കാനുമൊക്കെയുള്ള കഴിവുള്ള കുട്ടികൾ 3 വയസ്സിൽ തന്നെ 2000 പാട്ട് പഠിച്ചു വെച്ചിരുന്നു. അങ്ങനെയുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം ബൈ ബർത്ത് അങ്ങനെ ഉണ്ടായി പോകുന്നതാണ്. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തലമുറയോ ക്രിക്കറ്റ് കളിച്ചിരുന്നവരല്ല. പക്ഷേ അദ്ദേഹം ഒരു മഹാനായ ക്രിക്കറ്റ് കളിക്കാരനായി. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ അത് കണക്കിലെടുത്ത് വിവിധ മേഖലകളിലേക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഷെഫ്. ഇന്ന് ഹോട്ടലുകൾ നിരവധിയാണ്. എല്ലായിടത്തും ഒരു ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ നിലനിൽപ്പ് ആശ്രയിക്കുന്നത് അവിടെയുള്ള ഒരു ഷെഫിൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ്. ഏറ്റവും നല്ല രീതിയിൽ രുചികരമായ രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു ഷെഫിന് സാധിക്കുമെങ്കിൽ ആ ഹോട്ടൽ നല്ല രീതിയിൽ നടക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വ്യാപിക്കണം. കാരണം ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്ന് കണ്ട് അതിലേക്ക് കൂടി വ്യാപിക്കാനായിട്ട് കുറേയധികം കുട്ടികൾ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്ന് കാണുന്ന വളരെ ചെറുതായിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് വളരെ വലിയ മേഖലയിലേക്ക്, അവസരങ്ങളിലേക്ക് അവരുടെ സ്കില്ലുകൾ വളർത്തപ്പെടണം. എങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള ആത്മഹത്യകളും സമ്മർദ്ദങ്ങളും ഒഴിവാക്കാനായി പറ്റുകയുള്ളൂ. ലോകത്തിന് ആവശ്യം ഇവിടെ എല്ലാവരെയും പെട്ടവരാണ്. എത്രയോ അഗ്രികൾച്ചറൽ എക്സ്പേർട്സിനെ ആവശ്യമുണ്ട്. ആ അറിവ് ഉള്ള എത്ര പേർ കൃഷി മേഖലയിൽ വന്ന് കൃഷി ചെയ്താലാണ് അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അത് നല്ല ആരോഗ്യകരമായ രുചികരമായ ഭക്ഷണം കിട്ടണമെങ്കിൽ അതേ രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയും വേണം. അങ്ങനെയെല്ലാം വിവിധ മേഖലകളുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലേക്ക് ശ്രദ്ധിക്കാം. പക്ഷേ അതുകൂടാതെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതുപോലെ ABCD. A ആണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ A ഇല്ലെങ്കിൽ ഞാൻ Bയിലേക്കോ Cയിലേക്കോ Dയിലേക്കോ ഒക്കെ പോകാൻ തയ്യാറാണ് എന്ന ഒരു മനസ്ഥിതി മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകണം. മാത്രമല്ല ഒന്ന് മറ്റൊന്നിനേക്കാളും വലിയ വ്യത്യാസത്തിൽ ഒന്നുമല്ല എന്നുകൂടി മനസ്സിലാക്കുക. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മൾക്ക് ഭാരതത്തിൽ പലപ്പോഴുമുള്ള കുറേ നാളുകളായിട്ട് ഈ ജോലി അടിസ്ഥാനത്തിൽ ജാതികൾ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ കാണാൻ അറിയാം. ഞാൻ KSRTCയിലെ MD ആയിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ 150ഉം 160ഉം രൂപയ്ക്ക് LD ക്ലർക്കാകാൻ ആളുകൾ വരുമായിരുന്നു. പക്ഷേ 500ഉം 600ഉം രൂപയ്ക്കുള്ള മാനുവൽ ലേബറിന് ആളെ കിട്ടുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കൂടി നമ്മൾക്ക് വരണം. ഇനിയിപ്പോൾ മാനുവൽ ലേബർ കഴിയുന്നത്ര യന്ത്രവൽകൃതമാകണം. അങ്ങനെ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള മാനുവൽ ലേബർ അത് വളരെ ജോലി എളുപ്പമാക്കുന്നു, കൂടുതൽ ജോലി ചെയ്യുന്നു.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് AI വരികയാണ്. AI വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കുറേയധികം ജോലികൾ ഇല്ലാതെ ആകപ്പെടും. അതുകൂടി കണക്കിലെടുത്ത് വേണം മാതാപിതാക്കളും കുട്ടികളും പ്രവർത്തിക്കേണ്ടത്. AI കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിവ്, അതോടൊപ്പം അത് കൈവയ്ക്കാത്ത മേഖലകൾ, അങ്ങനെയുള്ള മേഖലകളിലേക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ഷെഫിൻ്റെ ജോലിയൊന്നും AIക്ക് കൃത്യമായിട്ട് കൈവയ്ക്കാനാകില്ല. അതിന് എത്ര കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുത്താലും ആ കൈപുണ്യം എന്ന് പറയുന്ന ഒരു കാര്യം അത് കൃത്യമായിട്ട് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകൾ ഉണ്ടാകണം. അങ്ങനെ ഒരു വളരെ വിസ്തൃതമായ ഒരു മേഖലയിലേക്ക് അത് ലഭ്യമാണ്. ജീവിക്കാനായിട്ട് വിവിധ മേഖലകൾ ലഭ്യമാണ്. എല്ലാവർക്കും സിനിമാ നടനായി ഇപ്പോൾ സിനിമാ ഫീൽഡിൽ പോയ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമാ നടനാകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ അതുല്യ നടന്മാരായി തീർന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഉള്ള ടാലൻറ്റ് എന്താണ്. ചിലപ്പോൾ അത് നമ്മളുടെ മാതാപിതാക്കളിലെ ഇപ്പോഴത്തെ ജനറേഷനിൽ നിന്ന് വന്നതായിരിക്കില്ല. സച്ചിൻ തെണ്ടുൽക്കറെയൊക്കെ പോലെ അത് മറ്റേതോ ജനറേഷനിൽ കിടന്ന ഒരു കഴിവ് പെട്ടെന്ന് പുറത്തു വന്നതാണ്. അതുപോലെ ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ 15-ാം വയസ്സിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാനും വളരെ നന്നായി പെർഫോം ചെയ്യാനും സാധിക്കുന്നു. അത് ഒരു മോഡലായി എടുത്ത് മറ്റു കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ആ കുട്ടികൾക്ക് ആ ടാലൻറ്റ് അതേപോലെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ കാര്യം. ഇനി വേറെ കുട്ടികൾ വരുമായിരിക്കാം ഈ ടാലൻറ്റിനേക്കാളും നല്ല ടാലൻ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം, അതുപോലെ പേപ്പർ ലീക്കിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പേപ്പർ ലീക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ സമ്മർദ്ദം താങ്ങാനാകാതെ IITയിലേക്കും എയിംസിലേക്കും പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ MBBSന് അഡ്മിഷൻ കിട്ടാതെ, എൻജിനീയറിങ്ങിന് അഡ്മിഷൻ പ്രതീക്ഷിച്ച കോഴ്സിൽ കിട്ടാതെ കുട്ടികളിൽ സമ്മർദ്ദമുണ്ടായി ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഇല്ലാതിരിക്കാനായി കുട്ടികളും കൂടുതലായി അവരുടെ മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് പറയുവാനുള്ളത്.